ജിനു, എടി മോൾട്ടി ഈ നേരം വരെ വിളിച്ചിട്ടില്ല. ഓക്ക് എന്താ പറ്റിയത് എന്നറിയില്ല. ഈ നേരം വരെ വിളിച്ചിട്ടില്ലടി. ഞമ്മള് ചായ അടിച്ചോണ്ടിരുന്നപ്പോ ഓളല്ലമ്മ വിളിച്ചത്. ഒരു വിളിയല്ലേ, നേരെ 2 മണിയാകാനായി. ഇതിന്റെ ഇടക്ക് ഒരു 3 ഇവള് വിളിച്ചൂലേ? എപ്പോഴെങ്കിലും വിളിച്ചോളും ഉമ്മ രാത്രിയാണ് ഇതിന്റെ ഇടക്ക്. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ രാവിലെ ഒരു വട്ടം വിളിച്ചില്ലേ? ഈ എന്റെ ഫോൺ എടുത്തങ്ങാണ്ടേ ഒന്ന് വിളിച്ചു നോക്കിയോളൂ. പിന്നെ ഇപ്പോൾ പോയിട്ട് ഇപ്പൊ ഒരാഴ്ച ആവണുള്ളൂല്ലോ. 6 ദിവസം ആവണുള്ളൂ പോയിട്ട്. അനക്കിപ്പോ അതൊക്കെ പറയാം. അവനാന്റെ മക്കളൊന്ന് കെട്ടിച്ചു നോക്കണം ബേജാററിയണെങ്കിലേ. വല്ലാത്തൊരവസ്ഥ. നേരത്തെ ഞങ്ങള് കടയിൽ പോയപ്പോ ഷെഫീക്ക് വിളിച്ചീനി. അടുത്ത മാസം ലീവ് കിട്ടൂല എന്നാ പറയണത്. അപ്പൊ ഈ വർഷം ഇനി വരവ് ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മുതലാളി ഇനിയിപ്പൊ അത് ഒഴിവാക്കിയങ്ങാണ്ട് ഒന്നും പോരണ്ട. ഇനിയിപ്പൊ മുതലാളിനെ വെറുപ്പിച്ചങ്ങാണ്ട് ഇപ്പൊ കിട്ടണ പൈസ അല്ലാതാവൂലേ? ഓന്റെ കൈയോട് കിട്ടിയിട്ട് വേണ്ടപ്പ ഞമ്മക്കൊക്കെ. ഓനിപ്പോ കാണണം തോന്നുകയാണെങ്കിൽ ഇനിയിപ്പോ വീഡിയോ കോളൊക്കെ ചെയ്യാലോ. ആദ്യത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പത്തെ കാലം. അതുകൊണ്ട് ഇപ്പൊ ആ കാര്യത്തിൽ ഇപ്പൊ ഒരു വിഷയമല്ല. ഓൻ ഇപ്പൊ അവിടെ നിന്നോട്ടെ. എന്നാലും ഇപ്പൊ എന്താ മോൾട്ടിക്ക് പറ്റിയത്? നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിലും അതൊന്നും ഇപ്പോൾ വലിയ വിഷയമല്ലല്ലോ. എനിക്കാണല്ലോ ഇപ്പോൾ ഭയങ്കര അടങ്ങാറ്. നിങ്ങൾക്കിപ്പോൾ മകളെ കണ്ടാൽ മതി. മകനോട് നിങ്ങൾക്ക് സ്നേഹമില്ലല്ലോ. ഏതായാലും 2 ദിവസം ലീവല്ലേ, ഞാൻ വീട്ടിൽ പോയാലോ? ഇമ്മാക്കാണെങ്കി എന്തോ സുഖമില്ലാന്നും പറഞ്ഞേ. ഇജ് പോയപ്പോ എന്താ കാട്ടുക? ആടാക്ക് വെള്ളം കൊടുക്കണ്ടേ? അതിനിച്ച് പോകാൻ പറ്റുവോ? അനക്കന്നില്ല എനിക്ക് വെക്കുള്ളൂ. എനിക്ക് എന്താണാവം, ഇന്നലെ തൊട്ട് ഭയങ്കര നടുവിനൊരു വേദന ഉണ്ട്. ഒരു കുളത്തി പിടിച്ചാലാണ്. ഇജ് പോയപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. ഇമ്മാക്കിപ്പോ സുഖമല്ലായിട്ട് ഇപ്പൊ ഇജ്ജ് ചെന്നാ മാറൂലല്ലോ. അതുപോലെ ആശുപത്രിയിൽ പോയിക്കോളും. ഇന്ന് പോയമ്മ എനിക്ക് ഞായറാഴ്ച വൈകുന്നേരം വരെ ഇനി. അതൊന്നും നടക്കൂല. പിന്നെ ഇപ്പൊ എന്റെ ആങ്ങളെന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ നാത്തൂന്. ഓള് നല്ലോണം നോക്കുമല്ലോ എന്റെ അമ്മാനെ. ഇജ്ജ് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഇജ്ജ് ഇവിടെ നിന്നോ. ഇപ്പൊ 1.5 മാസമായി എന്റെ വീട്ടിക്ക്. അതൊന്നും തള്ളക്കൊരു കുഴപ്പമില്ല. മകള് പോയിട്ട് ആകെ 6 ദിവസമായിട്ടുള്ളൂ. അപ്പോത്തിന് അതിന്റെ ബേജാറുണ്ടില്ലേ. ആരോ ബെല്ലടിച്ചിട്ട് ഒന്ന് പോയി നോക്കട്ടെ. എന്റെ കുട്ടിയായാ മതിയേനി. പഠിച്ചോന് ആരോ ബെല്ലടിച്ചതാവും. ഓളല്ല എന്നാ മതിയേനി. ഓള് പോയിന്റെ ക്ഷീണം എനിക്കെല്ലാം അറിയുള്ളൂ. 2 മക്കളും കൂടി വീട് തന്നെ അമ്പലം മറിച്ചിട്ടത്. ഇപ്പൊ ക്ലീനാക്കി കേറിയിട്ട് ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ വന്നു റബ്ബേ. മോൾട്ടി, ഞാനിപ്പോ വിചാരിച്ചിട്ടുള്ളൂ എന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടായിട്ട്. എന്ന് വെച്ചാ ബസ്സിലാണ് ഈ കാരെന്ന്. സമാധാനം നേരെ വീണപ്പോ ഉമ്മാന്റെ കുട്ടീനെ കണ്ടിട്ടാ. കേറിക്കന്നാകത്തേക്ക് കേറി വാ. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാന്നല്ലാതെ ഫോൺ വിളിച്ചിരിക്കല. ഞാൻ വന്നില്ലേ. താത്ത, എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വർത്താനം? സുഖല്ലേ? എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞ നിങ്ങളെ കാണാൻ വന്നിട്ടേ ഭയങ്കര വിഷമം എനിക്ക്. അല്ല, ഇജ്ജ് ബസ്സിനാ പോന്നത്? എനിക്ക് അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് പോന്നൂടെ? ഉമ്മ കൊടുക്കൂലേ ഇനി പൈസ? ഓട്ടോക്കെ ആണെങ്കിലും ബസ്സിലാണെങ്കിലും ഞാനിങ്ങോട്ട് എത്തിയില്ലേ. അത് പോരെ നിങ്ങക്ക്. പൊന്നൂസും മോനൂസൊക്കെ എന്തി? മക്കളടുത്ത് 2 ആളടുത്തും ഞാൻ പറഞ്ഞിക്കണേ സ്കൂൾ ബസ്സിന് കയറിങ്ങാണ്ട് ഇങ്ങോട്ട് പോരാനേ. ഡ്രൈവറടുത്തും പറഞ്ഞിക്കണേ. അതുകൊണ്ട് അവരെന്തായാലും ഇങ്ങോട്ട് വരും. എന്നാ പാമ്പട്ടി പഴിച്ചണേ. എന്തായാലും ഒക്കെ തിന്നോ. നല്ല വിശക്കണുണ്ട്. ഞാൻ ഒന്നും കഴിക്കാതെ വന്ന്. ജിനു നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കിയേക്കണ്. കപ്പ ബിരിയാണിയോ? പെട്ടെന്ന് നിർത്തോ. എനിക്ക് ഡ്രസ്സൊന്നും മാറ്റാൻ സമയമല്ല. കപ്പ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് കുറെ നാളായിക്കണേ ഞാൻ. പെട്ടെന്ന് നിർത്തോ. വന്നു തുടങ്ങി. വേഗം വേഗം കഴിച്ചോ. കുറച്ചുകൂടി ഇട്ടിയല്ലേ. എന്റെ നാത്തൂന്റെ ഒരു കൈപ്പുണ്യം പറയാനില്ല. ഞമ്മക്ക് പാളിയിട്ടില്ലല്ലമ്മ ജിനുവിനെ തെരഞ്ഞെടുത്തവിടുത്തേ. സത്യം പറഞ്ഞാ ജിനുവോ, ഇവിടുന്ന് പോയ ഈ 5-6 ദിവസം ഉണ്ടല്ലോ, ആലോചിക്കാൻ പറ്റൂല. ഒരു ടേസ്റ്റും ഇല്ലാത്ത എന്റെ അമ്മായിമ്മ ഉണ്ടാക്കണ ഒരു വെള്ളം നീണ്ട കറിയും ഉപ്പില്ല പുളിയില്ലാത്ത ഒരു കൂട്ടാനും മീനും. ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്തായാലും ഇനി എന്റെ നാത്തൂൻ ഉണ്ടാക്കണ ഫുഡ് തടി കൂടിയാലും കാണില്ല.
ഓളിന് എന്തുണ്ടാക്കിയാലും ഭയങ്കര രസാണ്. ഉമ്മ കഴിച്ചമ്മ? ഞങ്ങളൊക്കെ തിന്ന്. എന്നാലും പാടില്ല ആട്ടിക്കണി. ഞാൻ കൊറേ തിന്നിക്കണ, എനിക്ക് ആവശ്യം. ഞാൻ ഓള് പള്ളറച്ച് നിക്കണ. ജിനു നോക്കിക്കത് കുറച്ചും കൂടി കൊണ്ടുവന്ന് കൊടുക്കും മോൾട്ടിക്ക്. ആ വേഗം എടുത്തോണ്ട് ജിനു, അത് കഴിയാനായി. ആ രണ്ടോളം കൂടി ഭരണം തുടങ്ങി. ഇനി ഒരു ഒഴിവുണ്ടാവില്ല എനിക്ക്. ആ പിന്നെ ഉണ്ടല്ലോ മോൾട്ടിയെ, ഇനി ഇവിടെ തന്നെ നിന്നോ. ഏതായാലും ഇജോ മക്കളും ഒറ്റക്കാണ് ആ വീട്ടില്. അമ്മായിമ്മ ഏതായാലും മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഓനിപ്പോ ഖത്തറിലെത്തിയിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വരുവോളം ഇവിടെ തന്നെ നിന്നോ. മക്കൾക്കാണെങ്കിൽ ഇവിടെ നിക്കണതാണ് തൃപ്പതി. ഇജു കുട്ടികളും ഇവിടെ നിന്നോ. ഞമ്മക്ക് രണ്ടാക്കും സുഖമായിട്ട് ഇവിടെ കജ്ജും കാലും നീട്ടി കടന്നുറങ്ങും ചേച്ചാ. ഒരു പണി എടുക്കും വേണ്ട. ഞമ്മക്കൊക്കെ ചിറിച്ചും കളിച്ചും കുട്ടികളെ കൊണ്ട് ഇതിലെ നടക്കും ചേച്ചാ. പണിയൊക്കെ ചെയ്യുന്നു എടുത്തോളൂ. ഇതിലെന്താ ഞമ്മക്ക്. ഓ പോയിട്ട് ഇപ്പൊ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഓനോട് ഇനിയിപ്പോ പൈസ അയക്കണ്ട. ഇനി ഇല്ലത് ഒരു കൂട്ടിങ്ങാണ്ട് ആ മുറ്റം ആ കുട്ടികൾക്ക് കളിച്ചാൻ പറ്റൂലല്ലോ നിങ്ങളെ. ആ മുറ്റത്ത് നിറച്ച് ചളി കെട്ടി നിൽക്കല്ലേ മയക്കാനായ. അതൊക്കെ ഒന്നാളെ കട്ട പൈച്ചാൻ പറഞ്ഞതാ. ഇല്ല പൈസ ഒരു കൂട്ടിങ്ങാണ്ട് ഇവിടെ പന്റെയും മക്കളെയും കാര്യമൊക്കെ. ഇപ്പൊ ആങ്ങളെ ഏതായാലും ഇപ്പൊ ഗൾഫ് തന്നെയല്ലേ. ഓനെ ഏതായാലും നയിച്ചാനായിട്ട് പോയിക്ക. ഓ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞാലേ പൈസ അയക്കണ്ട കാരണം ഓൻ എന്നെ ഇവിടെ നിർത്തി ചെയ്തോളും. ഓനത് സന്തോഷാണല്ലോ. നമ്മള് നോക്കണ്ടേ. അതെന്തായാലും സമ്മതിച്ചു, ഉറപ്പാണ്. അത് സമ്മതിക്കാണ്ടിരിക്കൂല. പിന്നെ ഇജ്ജ് ചെന്നു എന്ന് അറിയുമ്പോ ഇനിയിപ്പൊ അമ്മായിമാൻ്റെ അടുത്തേക്ക് വരും. ഇപ്പൊ ഏതായാലും മൂത്തച്ഛൻ്റെ കൂടെ അല്ലേ അവിടെ കട്ടെ. അങ്ങനെ ചെയ്യമ്മ. അതേതായാലും നല്ലൊരു ഐഡിയ ആണ്. അനക്കും എനിക്കുവേ ജിനുവിനോട് സോപ്പിങ്ങിൽ ഇങ്ങനെ നിക്കാം. അതാവുമ്പോ നമ്മളെ കാര്യങ്ങളും നടന്നോളും. എന്തായാലും നിങ്ങളൊരു സംഭവം തന്നെയാട്ടമ്മ. ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ട് നിങ്ങക്ക്. അത് പിന്നെ എനിക്കില്ലാതെ പോ. അന്നെക്കാട്ടിലൊരു 10-20 കൊല്ലം മുന്നേ വന്ന ആളല്ലേ നീ. അലക്കി വിരിച്ചിട്ട് ഉണക്കി കൊടുത്തിട്ട് പോരാ. അതൊന്ന് മടക്കി വെക്കാനും കൂടി വയ്യ. സ്വന്തം മക്കളെ ഡ്രസ്സാണ്. വാപ്പുട്ടിക്ക് ഖത്തർക്ക് പോയപ്പോഴേ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചീനി. എന്തായാലും ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. മക്കളൊരു കാര്യം അറിയണ്ട, ഒരു പണി എടുക്കണ്ട, നല്ല ടേസ്റ്റില്ല ഫുഡ് അങ്ങനെ തിന്നു കൊടുത്താൽ മതി. വേറെ ഒരു പണിയില്ല. ഫോണ് കളിക്കുക, കുറെ കിടക്കുക, കുറെ ഇരിക്കുക. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു അമ്മ കെട്ടിക്കണ്ടില്ലേന്നു. ഇപ്പോഴും എന്നാലും കുട്ടിയായി ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതിപ്പോ കുട്ടികളെയും നോക്കണം, വീട്ടിലെ കാര്യവും നോക്കണം, എല്ലാം നോക്കണം. ഒരു നേരം റെസ്റ്റും ഇല്ല. ഏതായാലും ഇപ്പം എനിക്ക് സമാധാനമായി. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് സുഖമായില്ലേ. പിന്നെ ഇപ്പൊ കെട്ടിച്ചാതെക്കാൻ പറ്റൂലല്ലോ. എല്ലാ പെൺകുട്ടികളും ഒരു പ്രായമാകുമ്പോ കെട്ടിച്ചണ്ടേ. ഇനി ഇപ്പോഴൊന്നും അങ്ങോട്ട് പോകാൻ നിക്കണ്ട. ഞാൻ വരുന്നീന് തലേന്നാണ് പോകാം നമ്മക്ക്. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ വർത്താനം? സുഖല്ലേ? ആ നല്ല വർത്താനം. സുഖം, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ചായ അടിച്ചോ? ആ ചായയുടെ കഴിഞ്ഞ് ഞാൻ എനിക്ക് പണിയുണ്ടോ, പണിക്ക് പോകാൻ വേണ്ടിയാണ്ട് അർജന്റ് പോവാൻ നിൽക്കുകയാണ്. ആ അമ്മ, ഞാനിപ്പോ ഈ അർജന്റിന്റെ അടിയിൽ നിങ്ങളൊന്ന് വിളിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്താണ്? ആ അത് വേറെ ഒന്നല്ല, ഞാന് അടുത്ത മാസം ജിനുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുകയെ. ഏതായാലും എന്റെ ലീവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇനി നീണ്ടു പോണ മാതിരിയാണ്. അപ്പൊ എന്നാ ഞാൻ ഒരു 3 മാസത്തെ വിസിറ്റിംഗ് അടിച്ചാണ്ട് ഓളങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അതൊക്കെ ഇപ്പൊ നടക്കണ കാര്യപ്പോ. ആ ഇപ്പളാവുമ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതായാലും തുണക്ക് അവിടെ മോൾട്ടി ഉണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ ഒറ്റക്കാവൂല. ആ മോൾട്ടി ഉണ്ട്. എന്നാലും എന്നാ ആയിക്കോട്ടെ. എനിക്ക് ഇനി നേരല്ല, ഞാൻ പോവാണ്. ഞാനിപ്പോ തീരുമാനമായപ്പോ ഞങ്ങളടുത്ത് പറഞ്ഞെന്നുള്ളൂ. എന്നാ ആയിക്കോട്ടെ. എന്നാ ശരി, അസ്സലാമു അലൈക്കും.
ഓനെ ദുബായിക്ക് കൊണ്ടുപോകാണ് വിസിറ്റിങ്ങിന്. അല്ലാ, ദുബായിക്കോ? കുട്ടികൾക്ക് അമ്മായി അമ്മായി എന്ന് പറഞ്ഞ അത്ര ഒരു ഇത് വേറെ ആരും എന്നോടും കൂടി ഇപ്പൊ ഇഷ്ടല്ല. എന്താ ഇനി ചെയ്യാ? കുട്ടികൾക്ക് ഇനി സങ്കടം വന്നിട്ട് ഞങ്ങളെ പഠിപ്പീനൊക്കെ അത് ബാധിക്കുമാവും. ഇനിയിപ്പോ അല്ലീ തന്നെ ഒരു കനങ്ങണീന് അമ്മായി അമ്മായി എന്നായാ മതി. മോൾട്ടിയെ അതിനിപ്പോ ഷെഫീക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് റെഡിയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. പിന്നെ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാം ശീലാവണ്ടേ, ഞാനില്ലെങ്കില് അവർക്ക് ജീവിക്കണ്ടേ. എനിക്കൊന്നും മനസ്സിലാവണില്ല എന്നപ്പോൾ വിചാരം. കാര്യമായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ആവശ്യം വരുമ്പോൾ ഞാൻ താത്ത, അല്ലെങ്കിൽ ഞാൻ ജീനു. അല്ല ജിനു, ഇജിപ്പോ എന്തിനാ പോകാൻ നിക്കണത്? എത്രങ്ങാനും പൈസ വേണം അതിനൊക്കെ. അനക്ക് പറഞ്ഞുകൂടെ വെച്ച് പോണ്ടാന്നുള്ളത്? ഞങ്ങളെ രണ്ടാളെയും കൊറേ കാലത്തൊരു ആഗ്രഹമാണിത്. ഇപ്പൊ റെഡിയായി വരുമ്പോ പിന്നെ ഞമ്മളായിട്ട് ഇപ്പൊ അത് മുടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇമ്മ ഒറ്റക്കൊന്നല്ലല്ലോ, ഉമ്മക്ക് കൂട്ടിനിപ്പോ മോൾട്ടിയും കുട്ടികളൊക്കെ അല്ലേ. നാത്തൂനില്ലാതെ എവിടെ നിൽക്കാൻ പറ്റൂല. എൻ്റെ കാര്യങ്ങളൊന്നും നടക്കൂല. ഞാൻ തന്നെ ജോലി എടുത്ത് ചാവും. അവിടെയാണെങ്കിൽ അമ്മായിമ്മ ചെയ്തോളും. അങ്ങോട്ട് സ്ഥലം വിടാം, എന്തെങ്കിലും പറഞ്ഞു വിടുന്ന പോയേ പറ്റുള്ളൂ. ഇമ്മ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. അടുത്ത ആഴ്ചയെ എന്റെ അമ്മായിമ്മ എന്നോട് ചെല്ലാൻ പറഞ്ഞിക്കണ്. അതിന് അവിടെ വീട്ടിക്ക് വരണമെന്ന്, മൂത്തച്ചിക്ക് വിരുന്ന് പോകാനാണ് എന്ന് പറഞ്ഞിക്കണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ ട്ടമ്മ. ഇജ് പോയാ ശരിയാവോ? ഇജ് ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഓനെ കൊണ്ടുപോകണം എന്നറിയണത്. എന്നാ ഇനിയിപ്പോ ഒരു കാര്യം ചേച്ചാ, ഞാനും എന്റെ ഒപ്പം പോരാ, ഞമ്മക്ക് ഒരുമിച്ചാണ് പോകാന്നാല്. എമ്മ പോരണ്ട, ഇവിടെ ആടക്കല്ലേ. എന്തായാലും എൻ്റെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ട്. ഇനി ഒരിക്കലും ഉമ്മാക്ക് താത്താനെ കാണാൻ പൂതി ഉണ്ടാവില്ല. ഇതല്ലേ സ്വഭാവം.